പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി പങ്കെടുക്കുന്നത് മെന്റലിസ്റ്റ് അനന്തു. സ്റ്റുഡിയോയിൽ ഒപ്പം മനീഷ് MP. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളുടെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ അതിഥി ജീവിതത്തോട് ഒരുപാട് മത്സരിച്ച് അച്ചീവ് ചെയ്തു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. മെൻ്റലിസം എന്ന വിദ്യയിലൂടെ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ മെൻ്റലിസ്റ്റ് അനന്തുവാണ് ഇന്നത്തെ അതിഥി. സ്വാഗതം അനന്തു. താങ്ക് യു സോ മച്ച്. ചെറിയ പ്രായത്തിൽ തന്നെ മെൻ്റലിസം എന്ന് പറയുന്ന ഒരു കലയിലൂടെ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ ആളാണ്. മാജിക്കിലാണ് തുടങ്ങിയത്, അവിടെ നിന്ന് മെൻ്റലിസത്തിലേക്ക് എത്തുന്നത്. മാജിക്ക് പഠിച്ചു തുടങ്ങിയ ഒരാൾ ഇപ്പോൾ മെൻ്റലിസത്തെക്കുറിച്ച് പറയുമ്പോൾ അനന്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു 60% താഴെ മാത്രം സക്സസ് റേറ്റ് ഉള്ള ഒരു കലാരൂപമാണ്. എങ്കിലും മെൻ്റലിസം, വൈ മെൻ്റലിസം? എനിക്ക് ഈ ഡോക്ടർ സണ്ണി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ടുണ്ട് കുട്ടിക്കാലത്ത്. മണിച്ചിത്രത്താഴിലെ ലാലേട്ടൻ്റെ, പിന്നെ ഷെർലക് ഹോംസിൻ്റെ ഈ സീരീസൊക്കെ പണ്ട് മുതൽ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇതുപോലെ ഈ ആൾക്കാരുടെ മനുഷ്യ മനസ്സുകൾ അറിയുക, അതിൻ്റെ നിഗൂഢതകളെക്കുറിച്ച് പഠിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കര ക്രേസ് ആയിരുന്നു. അപ്പോൾ ആ ഒരു പ്ലോട്ടിൽ നിന്നാണ് ഈ ഒരു നമ്മൾ മാജിക് ഓൾറെഡി പഠിക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ തന്നെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ഫോം എന്തെന്ന് അന്വേഷിച്ചു. അങ്ങനെയാണ് മെൻ്റലിസത്തിലേക്ക് എത്തിയത്. അപ്പോൾ സിനിമ ആൾക്കാരെ സ്വാധീനിക്കില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. സിനിമയുടെ ഈ പറഞ്ഞ പോലെ നല്ല വശങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഞാൻ ഭയങ്കര ഒരു സിനിമ അഡിക്റ്റാണ്. കൂടുതലും 90s സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് എൻ്റെ ഷോയിലും ഉണ്ട്. നമ്മൾ കൂടുതൽ ഒരു 90s വൈബിൽ നമ്മുടെ ഷോസിൽ ഒരു ഫീൽ ഗുഡ് മൊമെൻറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇടയ്ക്ക് ഒരു ഇൻസ്റ്റാ വീഡിയോയിൽ കണ്ടു, ഒരു പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ എന്താ സംഭവിച്ചത് എന്ന് ഈ ആൾക്കാർ, അതായത് മണിച്ചിത്രത്താഴിലെ അവസാനം ഡോക്ടർ സണ്ണിയുടെ ഡയലോഗ് താങ്കൾ അനുകരിക്കുന്നത് ഒരു മുത്തശ്ശി കഥ പോലെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞൊരു സംഭവം. അതെ. അപ്പോൾ ഈ പെർഫോമൻസിൽ ആദ്യത്തെ ഒരു മെൻ്റലിസം പെർഫോമൻസ് എവിടെ വെച്ചിട്ടായിരുന്നു? അത് ആക്ച്വലി ഞാൻ മാജിക് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട്. ഈ മെൻ്റലിസം ഷോസായിട്ട് ചെയ്യുന്നില്ല, പക്ഷേ മാജിക് ഷോയുടെ ഇടയിൽ ട്രൈ ചെയ്ത് വരുന്നുണ്ട്. പിന്നെ കൂടുതലും വീട്ടിലും പിന്നെ സ്കൂളിലും കോളേജിലും ഒക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. കൂടുതലും തുടക്കകാലം സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ആയിരുന്നു. അപ്പോൾ ക്ലാസ്സിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചുമ്മാ ട്രൈ ചെയ്യുമായിരുന്നു. അപ്പോൾ ആദ്യമൊന്നും ശരിയാവില്ല, പിന്നെ ചെയ്ത് ഇങ്ങനെ ആയി. ഞാൻ തുടങ്ങിയ സമയത്ത് പറഞ്ഞ പോലെ സക്സസ് റേറ്റ് വളരെ കുറവുള്ള ഒരു രൂപമാണ്. അത് രണ്ട് രീതിയിലുണ്ട്. ആക്ച്വലി മെൻ്റലിസം എന്ന് പറയുന്നത് അത് ഒരുപാട് അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. കാര്യം ഞാനിപ്പോൾ ഒരു ബ്രേക്കിന് ശേഷമാണ് ഇപ്പോൾ ഇൻ്റർവ്യൂസ് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. മെൻ്റലിസം എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ആർട്ട് ഫോമാണ്. അതിനെ രണ്ട് രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഒന്ന്, മാജിക്കിൻ്റെ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ട്രിക്കി വേയിൽ നമുക്ക് ചെയ്യാം. രണ്ട്, ഫ്രീ ഫോം മെൻ്റലിസം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതെന്ന് വെച്ചാൽ ഈ സൈക്കോളജിക്കൽ എലമെൻറ്റ്സ് ആണ്. ഇപ്പോൾ കൈ ഇങ്ങനെ ഫിഡ്ജറ്റിങ് ചെയ്യുന്നില്ലേ, ഇതിനൊക്കെ ഓരോ റീസൺസ് ഉണ്ട്. നമ്മൾ പോലും അറിയാതെ നമ്മൾ ഇങ്ങനെ ശരീരഘടനകളുണ്ട്, ഹെഡിൻ്റെ ടിൽറ്റിങ് യൂസ് ചെയ്തുകൊണ്ട്, ലൈക്ക് നമ്മുടെ നോസ്, നമ്മുടെ ലിപ്സ്, ഇതെല്ലാം നമ്മൾ പോലും അറിയാതെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഇൻ ബിറ്റ്വീൻ ചില ക്ലൂസ് ഉണ്ടാക്കും. ഇതിനെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ബിഹേവിയർ പ്രൊഫൈലിംഗ് എന്ന് പറയുന്നൊരു സബ്ജക്റ്റാണ് ഞാൻ റിസർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വേയിൽ നമുക്ക് ഈ ട്രിക്സ് യൂസ് ചെയ്യാത്ത മെൻ്റലിസം ചെയ്യാൻ പറ്റും. അങ്ങനെ ഇത് രണ്ടുമാണ് മെൻ്റലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 60% വരെ ശരിയാവാന്ന് പറയുന്നത് ഈ ട്രിക്സ് യൂസ് ചെയ്യാതെ ചെയ്യുന്ന സാധനങ്ങളാണ്. മറ്റത് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റും, മാജിക് ട്രിക്സ് യൂസ് ചെയ്ത് ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ ചോദ്യം, ഇതിങ്ങനെ പെട്ടുപോയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഒരുപാട് മെയിൻലി പെട്ടുപോകുന്നത് ഈ ചെറിയ ക്രൗഡിൻ്റെ അടുത്തല്ല. നമ്മൾ ഈ അബ്രോഡ് ഷോസിനൊക്കെ പോകുമ്പോഴത്തേക്കും ഒരു 2000-3000 ക്രൗഡൊക്കെ ഉണ്ടാവും. അപ്പോൾ കൂടുതലും ഇൻ്റർനാഷണൽ ഓഡിയൻസ് ആണ്. അപ്പോൾ അവരുടെ കൾച്ചറൽ ഡിഫറൻസസ് ഉണ്ടാവും, അവരുടെ നോൺ വെർബൽ ബിഹേവിയേഴ്സിൽ ഡിഫറൻസസ് ഉണ്ടാവും. അപ്പോൾ ഈ മാറ്റങ്ങൾ നമുക്ക് പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാര്യം ആഫ്രിക്കയിൽ കെനിയയിൽ ചെന്നിട്ട് നമ്മൾ ഷോ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഒരു നേറ്റീവാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറിയിലുള്ള ഒരാളുടെ പേരെടുക്കണം. അപ്പോൾ അത് നമ്മുടെ നാട്ടിലെ പേരുകളല്ല അവരിടുന്നത്. അപ്പോൾ അത് നമുക്ക് കണക്ട് ചെയ്ത് പറയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെ ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിൽ നിന്നാണല്ലോ പഠിക്കുന്നത്. അതെ, ഈ ആഫ്രിക്കയിലെ ഷോയിലേക്ക് വരുമ്പോൾ അവിടെ ഇതുപോലെ തന്നെ ഒരു യൂണിഫോം ഇട്ട കുറച്ച് ആൾക്കാരുടെ ഇടയിൽ പോലുള്ള പെർഫോമൻസ് ഞാൻ കാണുകയുണ്ടായി. അത് വെറുതെ ഒഴിവ് സമയത്ത് ചെയ്തതാണോ, എന്താണത്? അത് ഞങ്ങൾ അവിടെ ഒരു ലൈക്ക് കെനിയയിൽ കൂടുതൽ ഈ ഓപ്പൺ ഫോറസ്റ്റുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഈ സഞ്ചാരത്തിലൊക്കെ കണ്ട സിംഹങ്ങളുടെ അതിൻ്റെയൊക്കെ ഒരു ഓപ്പൺ ഫോറസ്റ്റിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഗൈഡുകളാണ് അവർ. അപ്പോൾ അവരുടെ ഒരു ഫ്രീ ടൈമിൽ അവർക്ക് ഒരു എന്റർടൈൻമെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അവരെന്ത് പറഞ്ഞു? ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവർക്ക് ഭയങ്കര എക്സ്പ്രസീവാണ്. നമ്മൾ കൂടുതലും കുറച്ചുകൂടെ എക്സ്പ്രഷൻസ് ഹൈഡ് ചെയ്ത് വെക്കും, പക്ഷെ അവർ കൂടുതലും ഈ വികാരങ്ങൾ കൂടുതൽ അവരിങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ നമുക്കും സന്തോഷമാണ്. അവർ ആ ഒരു ചെറിയൊരു സമയത്തേക്കായാലും അവർ ഭയങ്കരമായിട്ട് മതിമറന്ന് സന്തോഷിച്ചു. അവരുടെ ആ ഒരു തുറന്ന ചിരി കാണുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എലമെന്റ് ചെറുതല്ല നമുക്ക്. പലതവണ ആൻസർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഈ ഇന്റർവ്യൂവിന് കയറുന്നതിന് മുന്നേയും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹായി ചോദിക്കുകയായിരുന്നു, ഇദ്ദേഹം എങ്ങനെയായിരിക്കും ഈ മനസ്സ് വായിക്കുന്നത്? പലതവണ അനന്തു തന്നെ അനന്തുവിൻ്റെ ചാനലിൽ കൂടി വിശദീകരിച്ചിട്ടുള്ളതും എല്ലാ ഇന്റർവ്യൂവിലും വിശദീകരിച്ചിട്ടുള്ള ഒരു കാര്യവുമാണ്. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ആൾക്കാർ വീണ്ടും വീണ്ടും ഇതൊരു അത്ഭുത ശക്തിയാണ്, ഒരു അമാനുഷിക ശക്തിയാണ് എന്ന് വിചാരിക്കുന്നത്?
നമ്മളൊക്കെ എത്ര ശാസ്ത്രീയമായിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞാലും ആൾക്കാർക്ക് ഈ അത്ഭുതങ്ങളിൽ വിശ്വസിക്കാനും അതുണ്ടെന്ന് കേൾക്കാനും ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിപ്പോൾ പ്രേതം ഇല്ല എന്ന് പറയുന്നു. പ്രേതം ഇല്ലാത്ത എത്ര വലിയ ഏതിസ്റ്റ് ആയാലും അയാളുടെ അടുത്തൊരു പ്രേത സിനിമ കാണിച്ചു കൊടുക്കുമ്പോൾ അയാൾ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഇത് കാണും. അയാൾക്കറിയാം അതില്ല എന്ന്. പക്ഷേ ഇല്ലാത്തൊന്ന് ഉണ്ട് എന്ന് വിശ്വസിക്കാൻ നമ്മുടെ മനുഷ്യർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഹ്യൂമൻ നേച്ചറിലൊരു പ്രത്യേകതയാണ്. അപ്പോൾ അതുകൊണ്ടാവണം. പക്ഷേ എന്നാലും ഇതിനെ മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പം ഈവൻ ഇന്ത്യയിൽ തന്നെ ഈ ബ്ലാക്ക് മാജിക്കിൻ്റെ പേരിലൊക്കെ ഈ ഒരു ആർട്ട് ഫോമിൽ യൂസ് ചെയ്തുകൊണ്ട് മിസ്യൂസ് ചെയ്യുന്നവരുണ്ട്. ആ ഒരു ഫാക്ടറും കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ശക്തമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നത് ഇതൊരു ആർട്ട് ഫോമാണ്, അതിനപ്പുറത്തേക്ക് ഇതിൽ വേറൊന്നുമില്ല എന്നുള്ളൊരു മെസ്സേജ് നമ്മൾ എല്ലാ ഷോയിലും അത് കൺവേ ചെയ്യാറുണ്ട്. വളരെ സാമ്പത്തികമായ സാധ്യത അപ്പുറത്തെ സൈഡിലാണ്, പക്ഷേ ഇപ്പുറത്ത് ബോധവൽക്കരണത്തിലാണ് അനന്തു ശ്രദ്ധയൂന്നുന്നത്. അതിന് പ്രത്യേകിച്ച് കാരണങ്ങൾ പഠിപ്പിച്ച ഗുരുനാഥന്മാരായിരിക്കാം. മുതുകാട് സാറിൻ്റെ സാറായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നു. അതുപോലെ സജീവ് വിജയൻ എന്ന് പറയുന്ന ആൾ വൂഡു സ്കൂൾ ഓഫ് മെന്റലിസത്തിൻ്റെ ചെയർമാനാണ്. അപ്പോൾ ഇവരിൽ നിന്നൊക്കെ കിട്ടിയ ഒരു ബ്ലെസ്സിങ് ആവാം അത്. അപ്പോൾ നമുക്കൊരു പാട്ട് കേട്ടിട്ട് തുടർന്ന് സംസാരിക്കാം. ഉറപ്പായും. ഏത് പാട്ടായിരിക്കും ആദ്യത്തെ പ്രിയഗാനമായി പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഈ 90s വൈബൊക്കെയാണ് എനിക്ക് കൂടുതലും കണക്ട് ആവുന്നത്. അപ്പോൾ താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ എന്ന് പറയുന്ന ഗാനം ലാലേട്ടൻ്റെ. അതെ, ചന്ദ്രലേഖ എന്ന സിനിമയിലെ പാട്ടാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് ഈണം നൽകി MG ശ്രീകുമാർ പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം. നമ്മൾ ഇനി കുറച്ച് പിന്നിലേക്ക് പോകാം. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞത് ജീവിതത്തോട് പൊരുതി നേടി അച്ചീവ് ചെയ്ത് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണെന്നുള്ളതാണ്. തീർച്ചയായും വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു കഥയല്ല, ഒരു ജീവിതമാണ് മെന്റലിസ്റ്റ് അനന്തുവിൻ്റേത്. സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ താങ്കളെത്തുന്നു. അവിടെ നിന്ന് ഞാൻ ആരുടെയും മുന്നിൽ കൈനീട്ടില്ല, ഞാൻ ആരുടെയും തണലിൽ പോയി നിൽക്കില്ല, ഞാൻ സ്വന്തമായി ലൈഫിനെ നേരിടും. ഒരു ടീനേജർ എങ്ങനെയാണ് അത്രയും വലിയൊരു ചിന്തയിലേക്ക് എത്തുന്നത്? അത് ആക്ച്വലി ആ ഒരു പ്ലോട്ട് വരുന്നത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ്റെ മരണം. അപ്പോൾ അതിനുശേഷം അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. പിന്നെ റിലേറ്റീവ്സൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ എന്നാലും ഒരു ലിമിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മളൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കും പിന്നെ ഒരുപാട് ആൾക്കാർ നമുക്ക് മേലെ നമ്മളെ ഗൈഡ് ചെയ്യാനും ഓക്കെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്തെല്ലാം ഓക്കെയാണ്. പക്ഷേ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ഇപ്പോൾ അമ്മയും കൂടെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ ബാധിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ആ ഒരു തോട്ട് ആദ്യം മുതലേ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അന്ന് മാജിക് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കൂടുതൽ ഷോസ് ചെയ്യണം, സ്റ്റേജ് ഷോസ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡായിരുന്നു. അപ്പോൾ പഠിത്തത്തിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ ഈവനിങ് ഒക്കെ ഈ അന്ന് ഉത്സവ ഷോസൊക്കെ നമ്മൾ കൂടുതൽ ചെയ്തിരുന്ന കാലമാണ് 2016-15 അപ്പോൾ ഈവനിങ് ഒക്കെ ഞാൻ ഈ അമ്പല കമ്മിറ്റികളിലൊക്കെ ചെന്നിട്ട് ഞങ്ങളുടെ പോസ്റ്ററും പരിപാടിയൊക്കെ കൊടുത്തിട്ട് ഇന്നതുപോലെ ഒരു മാജിക് ഷോ ചെയ്യുന്നുണ്ട്. അങ്ങനെ പറഞ്ഞൊരു വാമൊഴി പോലെ അന്ന് ഈ സോഷ്യൽ മീഡിയയിലൊന്നും ആക്റ്റീവ് ഒന്നുമല്ല, അങ്ങനെ വന്നതാണ്. മെയിൻലി ഈ ഒരു കാര്യമാണ് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നൊരു കാര്യം പണ്ട് മുതലേ മനസ്സിലുണ്ടായിരുന്നൊരു ഫാക്ടറാണ്. അപ്പോൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മളെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. പിന്നെ അച്ഛനും എനിക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം മെസ്സേജ് എനിക്ക് പലതവണയായിട്ട് അച്ഛൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുണ്ട്. അച്ഛനും ഈ ഒരു കൈൻഡ് ഓഫ് തോട്ടുള്ള ഒരാളായിരുന്നു. ഭാവി അനന്തുവിനൊരു കണക്ഷൻ ഉള്ളതുപോലെ എനിക്ക് പലപ്പോഴും അനന്തുവിൻ്റെ വീഡിയോസ് കാണുമ്പോൾ തോന്നാറുണ്ട്. കാരണം മുന്നേ ഒരു ലൈഫ് ജേർണിയിൽ കൂടി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുകയും പിന്നീട് അതൊരു കാലത്ത് ഞാൻ ഇങ്ങനെയായിരുന്നു. സീരിയസ്ലി ഇതുവരെ ആരും എടുത്തു പറയാത്തൊരു തോട്ടാണത്. അത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രഡിക്ഷൻസ് നമ്മളെ സബ്ജക്റ്റ് അതാണല്ലോ. ആക്ച്വലി ആർക്കും ഈ ഭാവിയൊന്നും പ്രവചിക്കാനൊന്നും പറ്റില്ല. പക്ഷെ എന്നാലും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുമല്ലോ ചില കാര്യങ്ങൾ. ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മൾ എവിടെയായിരിക്കണം, എന്തായിരിക്കണം എന്ന് പറയുന്ന ഒരു കാര്യം ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോഴത്തെ കറണ്ട് സിനാറിയോ വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ പലപ്പോഴും പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് ഇതെല്ലാം. നമ്മുടെ ഷോയും അങ്ങനെയാണ്. നമ്മുടെ ഷോ ഒരു ടൈം ട്രാവലിംഗ് പോലെ വരുന്നതാണ്. അപ്പോൾ ഈ ഓഡിയൻസ് എവിടെ നിന്നാണോ തുടങ്ങുന്നത്, ഷോ 1 മണിക്കൂർ കഴിയുമ്പോൾ അവർ തിരിച്ച് അതേ പ്ലേസിൽ വന്ന് നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് ജേണിയാണ് നമ്മുടെ ഷോ. അപ്പോൾ ഇതെല്ലാം ഒരു ടൈം ട്രാവലിംഗ് ലൂപ്പ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ കാണുന്നതുകൊണ്ടാവാം ചിലപ്പോൾ. എവിടെയെങ്കിലും അത് ഉറപ്പായും ആ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ ഡൗൺ ആയി നിൽക്കുന്ന സാഹചര്യം, മറ്റു പിടിവള്ളികളൊന്നുമില്ല, നമ്മുടെ മനസ്സിന്റെ ധൈര്യം മാത്രമേ ഉള്ളൂ, പിന്നെ നമ്മുടെ കയ്യിലുള്ള കലയും. അപ്പോൾ ആ സമയത്തും അങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കാൻ കിട്ടുന്ന ധൈര്യം എവിടെ നിന്നാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് ഒരുപക്ഷെ കേട്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് സഹായകമായേക്കും. അതുകൊണ്ടുകൂടിയാണ് ഈ ചോദ്യം. ധൈര്യത്തിനെക്കാട്ടിലും അതിൻ്റെ നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നം കൂടെ. ലൈക്ക് എനിക്ക് ചെയ്യേണ്ടത് ഞാൻ തന്നെ ചെയ്യണമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ എത്ര ഡൗൺ ആയിട്ടിരുന്നാലും ഓക്കെ, നമുക്കൊരു ഫാൻറ്റസി പോലെ മോട്ടിവേഷൻ തരാൻ ചിലപ്പോൾ ചുറ്റും ആൾക്കാരുണ്ടാവും. ഇപ്പം ഞാൻ ഈ മോട്ടിവേഷൻ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ പറയുന്നതാണ്, എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഈ കിട്ടുന്നത് ഒരു പുട്ടിന് തേങ്ങ ഇട്ട് കൊടുക്കുന്ന പരിപാടിയുള്ളൂ. ഒരു ചെറിയൊരു താൽക്കാലിക ആശ്വാസം മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾക്കിത് റിയലായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ തീരുമാനിക്കണം. പൗലോ കൊയ്ലോയുടെ ആൽക്കിമിസ്റ്റിൽ നമ്മളൊരു ആഗ്രഹിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സ് തരും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു പ്ലോട്ടിനെ തന്നെ പലരും 2 രീതിയിൽ വ്യാഖ്യാനിച്ചു. ചില ആൾക്കാർ വിശ്വസിക്കുന്നു ചുമ്മാ ഇരുന്ന് ആഗ്രഹിച്ചാൽ മതി യൂണിവേഴ്സ് തരും. മറ്റേ സൈഡിൽ ഓക്കെ അതിൻ്റെ റിയൽ സൈഡ്. അപ്പം അതങ്ങനെയല്ല. നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നതിനോടൊപ്പം നമ്മൾ അതിനു വേണ്ടി സാക്രിഫൈസ് ചെയ്യണം, നമ്മളതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം, ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കണം. അപ്പോൾ ഈ ഒരു തോട്ട് എനിക്കറിയാം. റിയാലിറ്റി അറിയാമെന്നുള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ഇമോഷണലി ഞാൻ അങ്ങനെ വീഴാത്തത് ചിലപ്പോൾ.
അതുപോലെ തന്നെ ഇത്തരം വീഡിയോകളുടെ പേരിൽ ഒരുപാട് പഴി കേൾക്കുകയും അയ്യോ ചെയ്യും. ഒരുപാട് ഇപ്പോഴാണ് അതൊക്കെ ഒന്ന് മാറിയത്. ഇപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. പലതവണ പറഞ്ഞു എന്നാൽ പിന്നെ ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്ന ബോധ്യമായി അവർ നിർത്തിയതാവുമെന്ന് വിചാരിക്കുന്നു. അത് ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ്ലി വന്നത് എനിക്ക് തോന്നുന്നു മെന്റലിസം ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആണോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇഷ്യൂസ്. അക്കാര്യം അന്ന് മെന്റലിസം എന്താണെന്ന് കേരളത്തിലെ ആൾക്കാർക്ക് അധികം അവെയർ ആയിരുന്നില്ല. ഈ പ്രേതം സിനിമ ഇറങ്ങിയതിനു ശേഷമാണ് കുറച്ചെങ്കിലും ആൾക്കാർ ഇതിനെക്കുറിച്ച് കേൾക്കുന്നത്. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ ഇതൊരു നമ്മൾ ഈ വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ പ്രീ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണോ. അപ്പോൾ അതിനുശേഷമാണ് ഞങ്ങൾ ഈ ഒരു വലിയൊരു ഷോ സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് എല്ലാവരെയും പബ്ലിക്കിനെ കയറ്റാൻ തുടങ്ങി. നിങ്ങൾ വായോ ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ അതിൽ നമ്മളൊരു റിങ് എറിഞ്ഞു കൊടുത്ത് അതിൽ നിന്ന് ആണ് നമ്മൾ ആളിനെ വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഷോ ദ സീക്രട്ട് ലെറ്റർ എന്ന് പറഞ്ഞൊരു ഷോ ആണ്. അപ്പോൾ ഇതൊരു 2 മണിക്കൂറുള്ള ഒരു തിയേറ്റർ ജേണിയാണ്. ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ എല്ലാ ടൈപ്പ് ഓഡിയൻസും വരുമല്ലോ. അപ്പോൾ ആര് വന്നാലും അവർക്ക് 100% ഹാപ്പി ആക്കി എൻ്റർടൈൻഡ് ആക്കി അവരെ വിടാൻ പറ്റുന്നൊരു സാധനമാണ് ഈ ഷോ. മറ്റു കലാരൂപങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഒരു പാട്ടുകാരന് പാടുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് പറ്റിയാൽ, ഈവൻ ഒരു വെള്ളി വീണാൽ, അയാൾക്ക് അടുത്തൊരു പെർഫോമൻസിൽ ഒരു പക്ഷേ അത് ബാധിക്കണമെന്നില്ല. തൊട്ടടുത്ത് അയാൾ വേറൊരു പാട്ട് പാടിയാൽ അതങ്ങ് ശരിയാവുന്നേ ഉള്ളൂ. പക്ഷേ ഒരു മജീഷ്യനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കല ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം അത്തരത്തിലൊരു പിഴവ് പറ്റിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ കരിയറിനെ തന്നെ അത് ബാധിക്കാം. അത്രയും വലിയൊരു റിസ്ക് ഈ കലാരൂപത്തിനുള്ളത് എന്തുകൊണ്ടായിരിക്കാം? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആൾക്കാർക്ക് ഇല്ലാത്ത കാര്യങ്ങളുണ്ട് എന്ന് വിശ്വസിക്കാൻ ഇഷ്ടമുള്ളതുപോലെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. ചില ആൾക്കാർ ഒരുപാട് ഒരു ഡിഫെൻസീവായിട്ട് ഇതിനെ കാണുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ഇവനൊന്ന് തെറ്റിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു മുൻവിധിയോടെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ചിലർ സ്റ്റേജിൽ വരുമ്പോഴേ ഡിഫെൻസീവ് ആയിരിക്കും. നമുക്ക് അവരുടെ ബോഡി ലാംഗ്വേജിൽ കണ്ടാലേ അറിയാൻ പറ്റും അവർ നമ്മൾ എങ്ങനെയെങ്കിലും പണി തരണം എന്ന് വിചാരിച്ച് വരുന്ന ആൾക്കാരുണ്ട്. അതൊരു ചിന്താഗതിയാണത്. ഇപ്പോൾ എല്ലാ ഫീൽഡിലും ഉണ്ടല്ലോ. ഇപ്പോൾ സിനിമ കാണുമ്പോഴത്തേക്കും കുറേ ആൾക്കാരായി ഈ സിനിമ പൊട്ടണം എന്ന് അങ്ങനെ ഒരു ഫാൻ ഫൈറ്റും അല്ല, അത് എല്ലാത്തിലും ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഒരു കാര്യം. പിന്നെ അതിനെ പോസിറ്റീവ് വേയിൽ അപ്രോച്ച് ചെയ്താൽ തീർന്നു. അത് ഞാൻ ഇതൊക്കെയാണ് അല്ലെങ്കിൽ ഞാൻ ഇന്നതാണ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാനൊന്നും ക്ലെയിം ചെയ്യില്ല. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ അവിടെ അങ്ങ് ആ ഒരു വളരെ ജെന്റിലായിട്ടാണ് നമ്മുടെ ഷോ കൊണ്ടുപോകണത്. ഇപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വലുതായിട്ടില്ല. ഇപ്പോൾ ആ കലാരൂപത്തിന് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതെ, അതൊരു ആർട്ടായിട്ട് തന്നെ ആൾക്കാർ ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. ആ ഒരു സന്തോഷത്തിൽ നമുക്കൊരു പാട്ട് കേൾക്കാം. ഉറപ്പായി. മലരെ നിന്നെ കാണാതിരുന്നാൽ എന്നൊരു പ്രേമം സിനിമയിലെ പാട്ടാണ്. ഒരു കൾട്ട് മൂവിയായി മാറിയ ആ സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ആ കറുത്ത ഷർട്ടും. ശബരീഷ് വർമ്മയുടെ വരികൾക്ക് രാജേഷ് മുരുകേശൻ ഈണം നൽകി വിജയ് യേശുദാസ് പാടിയ പാട്ടാണ്. നമുക്ക് ആ പാട്ട് കേട്ട് ആ പഴയ കാലത്തിലൊക്കെ ഒന്ന് പോയിട്ട് വരാം. സ്കൂൾ കാലത്തെ കുറിച്ചുള്ള ഒരു പാട്ടാണ് ഇത് എന്ന് പറഞ്ഞു. ഈ ആദ്യത്തെ പെർഫോമൻസ് എല്ലാം അടുത്ത സുഹൃത്തുക്കളുടെ മുന്നിലായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ ഒരു സപ്പോർട്ടും കൂടിയാണ് ഇന്നത്തെ അനന്തു എന്ന് വളരെ അഭിമാനപൂർവ്വം പറയുന്നത് കേട്ടിട്ടുണ്ട്. സുഹൃത്തുക്കളെ കുറിച്ച് അതങ്ങനെ വെറുതെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കാര്യം ഞാൻ ഈ പറഞ്ഞ അച്ഛൻ മരിച്ചപ്പോഴും എല്ലാം കൂടെ ഒരു ബാക്ക് ബോൺ ആയിട്ട് ഉണ്ടായിരുന്നത് അവരാണ്. ഞാനിവിടെ വഴുതക്കാട് ചിന്മയ വിദ്യാലയത്തിലാണ് ഞാൻ പഠിച്ചത്. അതിനു മുമ്പ് പൂജപ്പുര ഹിന്ദു മഹിളാ മന്ദിരം. അപ്പം അന്ന് മാജിക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം. പിന്നീട് ഇവിടെ 6ാം ക്ലാസ്സിൽ ചിന്മയിൽ ചേർന്നു. അതിനുശേഷം അവിടെ നിന്നൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടായി. നമ്മുടെ സെയിം ബോണ്ടിലുള്ള നമ്മുടെ സെയിം വേവ് ലെങ്ത്തിലുള്ള കുറേ ആൾക്കാരുടെ ചുറ്റും ഉണ്ടായി. അതുപോലെ തന്നെ ടീച്ചേഴ്സും എനിക്ക് തോന്നുന്നു ഞാൻ അതിനുശേഷമൊക്കെ പോയ വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം എനിക്ക് പറയാനുള്ളത് എൻ്റെ ടീച്ചേഴ്സും എൻ്റെ ഫ്രണ്ട്സും എനിക്ക് തന്നിട്ടുള്ള ബാക്ക് സപ്പോർട്ട് ചെറുതല്ല. അവരില്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞ അനന്തുവിൽ നിന്ന് മെന്റലിസ്റ്റ് അനന്തു എന്നുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ഈ പെട്ടെന്നൊന്നും സംഭവിക്കില്ലായിരുന്നു. അപ്പോൾ അതിന് അവർക്ക് വലിയൊരു ക്രെഡിറ്റ് ഉണ്ട്. അതിന് എല്ലാ ആൾക്കാരുടെയും ഒരു വലിയ ആഗ്രഹമാണ് പഠിച്ച സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ അതിഥിയായി എത്താൻ പറ്റുക എന്ന് പറയുന്നത്. ഈ അടുത്ത കാലത്ത് അനന്തു അത്തരത്തിൽ പോവുകയുണ്ടായി. ആ ഒരു റിസപ്ഷനെ കുറിച്ച് അത് ഇവിടെ വഴുതക്കാട് ചിന്മയ വിദ്യാലയത്തിൽ തന്നെയാണ്. അവിടെ പ്രിൻസിപ്പളാണ് എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത്, ഞങ്ങളുടെ ആശാലത്ത ടീച്ചർ. അപ്പോൾ ചെന്നപ്പോഴത്തേക്കും ഞങ്ങൾ പഠിച്ചിരുന്ന സമയത്തുണ്ടായിരുന്ന കുട്ടികൾ ഞങ്ങൾക്ക് അറിയാവുന്ന കുട്ടികളൊക്കെ കുറവായിരുന്നു. കൂടുതലും ഞങ്ങൾ +2 ആയിരുന്ന സമയത്ത് 4ലും 3ലും പഠിച്ചിരുന്ന കുട്ടികളായിരുന്നു ഇപ്പോൾ കൂടുതലും അവിടെ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയില്ല. പക്ഷേ എന്നാലും ഞാൻ ആ മെമ്മറീസ് ഷെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ സാധാരണ നമുക്ക് കൈയടി കിട്ടുന്നത് ഈ മെന്റലിസം എഫക്റ്റുകളൊക്കെ ചെയ്യുമ്പോഴാണ്. പക്ഷേ അവിടെ ചെന്ന് ഞാൻ ഈ ആദ്യത്തെ മെമ്മറി ഷെയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഒരു ഭയങ്കര രീതിയിൽ കൈയടിയും ബഹളമൊക്കെ തുടങ്ങി. ആ ഒരു മൊമെന്റ് എന്നെക്കാളിലും അവരെത്രത്തോളം അത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ എൻ്റെ ചില ടീച്ചർമാരൊക്കെ കണ്ണ് നിറഞ്ഞ് ഞാൻ കണ്ടു, ഞങ്ങളുടെ അനന്തു എന്ന് പറയുന്നു. അപ്പോൾ അത് ആ ഒരു വാത്സല്യവും കാര്യങ്ങളൊക്കെ പിന്നെയും എക്സ്പീരിയൻസ് ചെയ്യുക. അത് ഞാൻ ഇപ്പോൾ എന്ന് പോയാലും എനിക്കത് കിട്ടുമെന്ന് എനിക്കിപ്പോൾ ഉറപ്പാണ്. അതിൽ വലിയ ബ്ലെസ്സിങ് എന്താ ഉള്ളതല്ലേ. അത് ഭയങ്കര മനസ്സിന് ഒരുപാട് തണുപ്പിക്കുന്ന ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യമാണത്. പൂജപ്പുരയിലെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് മാജിക് ഒക്കെ ചെയ്ത് തുടങ്ങിയ ഒരു കുട്ടി, മെന്റലിസ്റ്റ് ആവണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നൊരു കുട്ടി ഇന്ന് ലോകം മുഴുവൻ നടന്ന് പെർഫോം ചെയ്യുകയാണ്. എന്തു തോന്നുന്നു? ഞാൻ ഇന്നൊരു കോട്ട് വായിച്ചു. നമ്മൾ ഒരുപാട് ഫെയില്യൂഴ്സ് അക്സെപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫെയില്യൂഴ്സ് അനുഭവിച്ച് നമുക്ക് സക്സസ് കിട്ടുമ്പോഴത്തേക്കും സക്സസിൻ്റെ പീക്ക് ലെവൽ ഓഫ് ഹാപ്പിനെസ് നമുക്ക് ചിലപ്പോൾ അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും എനിക്ക് കിട്ടി. പക്ഷേ അത് 5-6 കൊല്ലം അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അത് കിട്ടുന്ന സമയത്ത് നമുക്കത് ഓക്കെ ഞാനിവിടെ എത്തി എന്നുള്ളൊരു സന്തോഷം ഉണ്ടാവും.
പക്ഷേ അതിനും അപ്പുറത്തേക്ക് നമുക്ക് ആ ഒരു പെയിൻ നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു റിലീഫ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു റിലീഫിലാണ് ഞാനിപ്പോൾ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു വിഷൻ ഉണ്ട്, അടുത്ത 5 കൊല്ലത്തിൽ നേടണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലേക്കുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ ഈ സന്തോഷത്തിൽ ഒരുപാട് മതിമറന്നു പോവാതെയും സങ്കടങ്ങളിൽ ഒരുപാട് തളരാതെയും ലൈഫിനെ ബാലൻസ് ആയിട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു കാര്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അതുപോലെ ഞാൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചിരിക്കുന്നത്, എല്ലാ തവണയും അനന്തുവിൻ്റെ തന്നെ ടാർഗറ്റ്സ് അല്ലെങ്കിൽ ഗോൾസ് മാറ്റി മാറ്റി സെറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വൺസ് അത് അച്ചീവ് ചെയ്തോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അത് അനന്തുവിന് മാത്രമേ അറിയുള്ളൂ. എങ്കിലും അനന്തു തന്നെ സ്വയം റീഡിഫൈൻ ചെയ്ത് മുന്നോട്ട് അതല്ല മറ്റത് അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച ഒരെണ്ണം എന്ന് മാറ്റി മാറ്റി സെറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ എന്നോട് കുറേ പേര് ഇപ്പോൾ ചോദിക്കുന്നു, ഇപ്പോൾ മെൻ്റലിസ്റ്റ് ഇപ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ടല്ലോ, ഒരു കോമ്പറ്റീഷൻ രീതിയിൽ കാണുന്നുണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും ഇനി വരുന്നവരോടും എല്ലാ മേഖലയിലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, യു ആർ ദ കോമ്പറ്റീറ്റർ ഓഫ് യുവർ സെൽഫ്. നിങ്ങളുടെ മത്സരാർത്ഥി അല്ലെങ്കിൽ നിങ്ങൾ മത്സരിക്കേണ്ടത് നിങ്ങളുമായിട്ടാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഭാവിയിലുള്ള ഇനിയുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ നവീകരിക്കപ്പെട്ട ഞാനെന്നൊക്കെ പറയാം, അതായിരിക്കും എൻ്റെ ഉത്തരം. എൻ്റെ തെറ്റുകൾ എന്നെക്കാൾ കൂടുതൽ വേറൊരാൾക്ക് അറിയാമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എനിക്കൊരു മിസ്റ്റേക്ക് ഡയറി ഉണ്ട്. അപ്പോൾ ഒരു ഷോ കഴിയുമ്പോഴത്തേക്കും അതിലൊരു മിനിമം ഒരു 20 പേജെങ്കിലും എനിക്ക് നിറയ്ക്കാൻ ഞാൻ ഒരു വാശിയോടെ ഞാൻ ഇരിക്കും. എൻ്റെ മിസ്റ്റേക്കുകൾ ഞാൻ തന്നെ ഇരുന്ന് കണ്ടുപിടിക്കും. അപ്പോൾ ഇത് നമ്മുടെ മിസ്റ്റേക്കുകൾ തിരുത്തി കൂടുതൽ നവീകരിക്കപ്പെട്ട എന്നിലേക്ക് എനിക്ക് എത്താനുള്ളൊരു വഴിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു ഒബ്സർവേഷൻ കിട്ടിയത്. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. അത് ശരിയാണ്, പറഞ്ഞത് ശരിയാണ്. ഞാനും മെന്റലിസം ചെയ്താൽ ചിലപ്പോൾ രക്ഷപ്പെടാൻ ഉറപ്പായും നമുക്ക് ആ ഒരു സന്തോഷത്തിൽ, എൻ്റെ സന്തോഷത്തിൽ ഒരു പാട്ട് കേൾക്കാൻ നമുക്ക്. എനിക്ക് വെട്ടം സിനിമ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊന്നും ആ സിനിമ ഇറങ്ങിയ സമയത്ത് അത്ര ഹിറ്റായില്ല. പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ടി വിയിലൊക്കെ വരുമ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലം ഭയങ്കര കളർഫുൾ ആക്കിയൊരു ഫിലിമാണ്. അപ്പോൾ വെട്ടത്തിലെ പാട്ട്, മഴത്തുള്ളികൾ പാട്ട് ബി ആർ പ്രസാദിന്റെ വരികളാണ്, ബെനി ഇഗ്നീഷ്യസിന്റെ സംഗീതം, MG ശ്രീകുമാർ പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം. മറ്റ് കലാകാരന്മാരോടുള്ള ഒരു വലിയ ബഹുമാനം ഞാൻ അനന്തുവിൽ കണ്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് കൈരേഖ നോക്കി ഫലം പറയുന്ന ഒരു മുത്തശ്ശിയുടെ വീഡിയോ കണ്ടു. അപ്പോൾ അതിനകത്ത് മുത്തശ്ശിയുടെ എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും മുഴുവൻ ക്ഷമയോടുകൂടി എന്നാണ് അനന്തു കേട്ടിരിക്കുകയും അതിനുശേഷം ആണ് അനന്തുവിൻ്റെ ഞാനൊരു പെർഫോമൻസ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു പെർഫോമൻസ് ചെയ്യുകയും ചെയ്യുന്നത്. ഈ ഒരു ഗിവ് ആൻഡ് ടേക്ക് എങ്ങനെയാണ് സംഭവിക്കുന്നത്? 2 രീതിയിൽ പറയാം. ഒരു സ്പിരിച്വൽ രീതിയിലുള്ള ഒരു ഉത്തരം അതിന് ഉണ്ട്. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കൂടെ നമ്മൾ പുഷ് ചെയ്താൽ മാത്രമേ, അത് എനിക്കറിയില്ല, ഞാനൊരു സ്പിരിച്വൽ വേയിൽ ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമാണ്. മറ്റുള്ളവരെ നമ്മൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവരുടെ ആർട്ടിനെ നമ്മൾ അംഗീകരിക്കുക, മറ്റുള്ളവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക. ടു ബി ഹോണസ്റ്റ്, ഞാനത് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എനിക്കത് അറിയാം. ഇപ്പോൾ എനിക്ക് ശേഷം വന്ന മെൻ്റലിസ്റ്റുകളായിട്ടുള്ള സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട്. അപ്പം ഇവരൊക്കെ വിളിക്കുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അവർക്ക് പുതിയ അവർ ഡിസേർവിംഗ് ആണെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് ഷെയർ ചെയ്ത് കൊടുക്കാൻ സന്തോഷമാണ്. കാര്യം അവർ വളരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ എനിക്കും അതിലൂടെ വളർച്ച ഉണ്ടാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ ഒരുപാട് പേര് ചെറിയ ഷോർട്ട് വീഡിയോസുമായിട്ട് വരുന്നുണ്ട്. പെർഫോമൻസുകൾ, ഇപ്പോൾ മനസ്സിലെ പാട്ട് വിചാരിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഉപയോഗിച്ചുള്ള മെന്റലിസം കാണിച്ചുള്ള ഒരുപാട് മെന്റലിസ്റ്റുകൾ നമുക്ക് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രവണത എങ്ങനെ കാണുന്നത്? അത് ആദ്യകാലങ്ങളിൽ ആക്ച്വലി നമ്മളൊരു ആർട്ട് ഫോം റെയർ ആയതുകൊണ്ട് തന്നെ പഠിക്കാനുള്ള സാധ്യതകൾ കുറവായിരുന്നു. പിന്നീട് ഇപ്പോൾ കുറച്ചുകൂടെ അവൈലബിലിറ്റി കൂടി. പക്ഷെ എന്നാലും ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് ആൾക്കാർക്ക് എൻ്റർടൈൻമെൻറ്റ് എലമെൻറ്റ് കൊടുക്കുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതിലൊരു സീരിയസ് ഇഷ്യൂ ഉണ്ട്. കുറേ ആൾക്കാർ ഇപ്പോൾ ഈ മരിച്ചുപോയ ആൾക്കാരെ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ആക്റ്റുകൾ ചെയ്യുന്നുണ്ട് റീൽസിലൊക്കെ. അതായത് ഒരാളിനെ വിളിക്കുന്നു, അയാളുടെ ലൈഫിലുണ്ടായിരുന്ന ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്ത ആളിനെ വിചാരിക്കും എന്ന് പറയുന്നു. എന്നിട്ട് അവരെ ഒരു ഹിപ്നോട്ടിക് സജഷൻ കൊടുത്തിട്ട് ആ ആളിനെ ഇവരുടെ മുമ്പിൽ കൊണ്ടുവരുന്ന ഒരു ഹിപ്നോട്ടിസമാണത്. ഹിപ്നോട്ടിസം എഫക്റ്റ് പലതും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു പരിധി വരെ ഒരു 90% ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഇത് ചെയ്യുന്നതിലൊരു ഭൂരിഭാഗം ആൾക്കാരും ഈ മുറിവൈദ്യം പോലെ ലൈക്ക് അതിൻ്റെ ഒരു ചെറിയ നോളജ് മാത്രം ഗെയിൻ ചെയ്തിട്ട് ചെയ്യുന്നതാണ്. ബാക്കിയൊക്കെ നിങ്ങൾ ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യുമ്പോൾ അതിന് കുറച്ച് സീരിയസ്നെസ് കൊടുക്കണം. കാര്യം ഈ സൈക്കോളജിസ്റ്റുകളും ഹിപ്നോട്ടിസ്റ്റുകളും ഒക്കെ അത്രയും വർഷങ്ങളുടെ പ്രാക്ടീസും അവരുടെ ആ ഒരു റിസർച്ചിൻ്റെയും ഭാഗമായിട്ടാണ് അവരത് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഈ ആർട്ട് ഫോമിൽ ഇത് ഇൻസ്റ്റൻറ്റ് ഹിപ്നോസിസ് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ആർട്ട് ഫോമിൽ ഇത് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവാം. അതായത് ഇത് എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന ആളിന് പിന്നീട് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതിന് പോസ്റ്റ് ഹിപ്നോസിസ്, പ്രീ ഹിപ്നോസിസ്, ലൈക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾ ചെയ്യാത്ത പക്ഷം അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതൊരു ട്രോമയിലൊക്കെ അവരെ എത്തിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള മെൻ്റൽ ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എത്ര എൻ്റർടൈൻമെൻ്റ് ആണെന്ന് പറഞ്ഞാലും നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും പരമാവധി ശ്രദ്ധിച്ച് ചെയ്യുക. ഇപ്പോൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റീച്ച് കിട്ടുമായിരിക്കും, ആൾക്കാർ നിങ്ങളെ അംഗീകരിക്കുമായിരിക്കും, ആൾക്കാർ നിങ്ങളെ തേടി വരുമായിരിക്കും. പക്ഷേ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യാം. ഞാനത് ഓപ്പണായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് വിട്ടിട്ടുണ്ട്. എൻ്റെ വീഡിയോസ് നോക്കി അറിയാം ഇതിപ്പം എനിക്ക് ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല. എൻ്റെ വീഡിയോസിൽ ഒരിടത്ത് പോലും ഞാൻ ഈ ആക്ട് ചെയ്തിട്ടില്ല. ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് അത്രയും നമ്മൾ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. വീഡിയോയിലൊന്നും ഞാനത് പോസ്റ്റ് ചെയ്തിട്ടില്ല. ഈ മരിച്ചുപോയാളിനെ കാണിച്ചു കൊടുക്കാം, അത് തെറ്റിദ്ധാരണയാണ്. ആക്ച്വലി മറ്റൊരു മെൻ്റലിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ പേര് അവർക്ക് ഫെമിലിയർ ആയതുകൊണ്ടായിരിക്കാം
അനന്ത് ചേട്ടൻ ചെയ്തല്ലോ എന്നുള്ളൊരു രീതിയിൽ ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട്. ശരിക്കും എന്ത് റിയാലിറ്റീസ് ഞാൻ ചെയ്തിട്ടില്ല, അത് എൻ്റെ സോഷ്യൽ മീഡിയയിലൊന്നും അതില്ല. അപ്പോൾ ചെയ്യുന്ന ആൾക്കാർ ദയവ് ചെയ്ത് നിങ്ങൾ അതിൻ്റെ കുറച്ചുകൂടി റിസർച്ച് ചെയ്ത് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവരുടെയും മനസ്സിലൊരു ചോദ്യം, ഈ മെന്റലിസ്റ്റുകൾക്ക് പോലീസുകാരെ സഹായിച്ചൂടെ? സ്ഥിരമായിട്ടുള്ളൊരു ചോദ്യമാണ്. മെന്റലിസ്റ്റുകൾക്ക് സഹായിക്കാൻ പറ്റില്ല, അത് മെന്റലിസം അല്ല. മെന്റലിസം ഞാൻ പറഞ്ഞല്ലോ ആർട്ട് ഫോമാണ്. പക്ഷേ ഞാൻ റിസർച്ച് ചെയ്യുന്നത് ബിഹേവിയർ പ്രൊഫൈലിംഗ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളാണ് എൻ്റെ സബ്ജക്റ്റ്. ഈ സബ്ജക്റ്റ് ആക്ച്വലി പോലീസുകാരും അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിങ് ഒക്കെ കിട്ടാറുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ട്രെയിനിങ് ഒക്കെ കൊടുക്കാറുണ്ട്. പിന്നെ എനിക്ക് കൂടുതലും ഷോ ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ അത് വിട്ടൊരു സോണിലോട്ട് എനിക്ക് ഇറങ്ങാനും എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ കൂടുതലും ഷോയാണ് ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് ഒരു പാട്ട് കൂടി കേട്ടാലോ? ഉറപ്പായി. എത്രയോ ജന്മമായി എന്ന് പറയുന്ന പാട്ട്, സമരൻ ബദലഹേമിലെ. അപ്പം സാധാരണ ഞാൻ എൻ്റെ ഹലോ സന്ദേശഗാനം എന്ന് പറയുന്ന ഷോയിൽ ആരെങ്കിലും ഈ പാട്ട് ഇങ്ങനെ ആവശ്യപ്പെട്ടാൽ ഞാൻ ചോദിക്കും ആരെ എന്നായിരിക്കും എൻ്റെ ചോദ്യം. അനന്തു ഏറ്റവും കൂടുതൽ അഭിമുഖീകരിച്ചിട്ടുള്ള ചോദ്യവും അതായിരിക്കും. അത് ഈ ആൾക്കാരുടെ ക്രഷ് എന്ന് കണ്ടുപിടിക്കുന്ന സമയത്ത് അവർ എങ്ങനെ തിരിച്ച് ചോദിക്കാറുണ്ട് ചിലർ. അതിങ്ങനെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതിനെങ്ങനെ സ്കിപ്പ് അടിക്കും. എൻ്റെ വീട്ടിലും പിടി തന്നില്ല. എന്തായാലും തേടുന്ന ആളെ കിട്ടട്ടെ. നമുക്ക് തൽക്കാലം പാട്ട് കേൾക്കാം. സമരൻ ബദലഹേം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, വിദ്യാസാഗർ ഈണം നൽകി, ശ്രീനിവാസും സുജാതയും പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം. ഇത്രയും പ്രശസ്തനായ ഒരു മെന്റലിസ്റ്റിനെ അടുത്ത് കിട്ടിയിട്ട് ഒരു പെർഫോമൻസ് ചെയ്യിക്കാത്തതിൽ ശ്രോതാക്കൾക്ക് എന്നോട് പരിഭവം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. നിരന്തരമായ യാത്രകൾക്കിടയിൽ കിട്ടിയ ഒരു ചെറിയൊരു സമയത്താണ് ഞാൻ ഈ ഇൻ്റർവ്യൂ എടുത്തിരിക്കുന്നത്. വളരെ ക്ഷീണിതനായിരിക്കുന്ന ഒരാൾ ശല്യപ്പെടുത്തേണ്ട എന്നൊരു ഉദ്ദേശത്തിലാണ്. പിന്നെ എപ്പോഴെങ്കിലും അനന്തുവിനെ അത്തരത്തിലൊരു പെർഫോമൻസുമായിട്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് അനന്തുവിൻ്റെ ഭാവി പരിപാടികൾ? ഇപ്പോൾ നിലവിൽ സീക്രട്ട് ലെറ്റർ എന്ന് പറഞ്ഞ ഷോയുടെ പിന്നിലാണ്. അപ്പോൾ അത് കൂടുതലായിട്ട് ഇൻ്റർനാഷണൽ വെന്യൂസിൽ ഞങ്ങളിങ്ങനെ അവതരിപ്പിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുടെ ഓട്ടത്തിലാണ്. അപ്പോൾ അത് ചെയ്യാന്നുള്ളതുണ്ട്. പിന്നെ അല്ലാതെ കുറച്ച് ചെറിയ ചെറിയ സ്വപ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. പിന്നെ ഈ കൂടുതലായിട്ട് ഇപ്പോൾ നമ്മുടെ യൂത്തിൻ്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് കോവിഡിന് ശേഷം ഈ +2 ഒക്കെ കഴിഞ്ഞിരിക്കുന്ന കുട്ടികളൊക്കെ ഒരുപാട് മെൻ്റൽ ഡിസോർഡേഴ്സും അതുപോലെ ഇപ്പോഴത്തെ റീസെൻറ്റ് ന്യൂസൊക്കെ കണ്ടാലും ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ അഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെയൊക്കെ കുറച്ച് പ്ലാൻസ് ഉണ്ട്. ഈ പോസിറ്റീവ് തിങ്കിങ് വീഡിയോസ് കണ്ടിട്ട് പല ആൾക്കാരും കൺസൾട്ടേഷനായിട്ട് വിളിച്ചതായിട്ട് ഉണ്ട്. പക്ഷെ ഒരിക്കലും അത് അനന്തു ചെയ്തിട്ടില്ല. അത് ചെയ്തിട്ടില്ലാത്തതിൻ്റെ കാര്യം നമുക്കൊരു നല്ല സന്ദേശം പോലെ അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാം. അതിനപ്പുറത്തേക്ക് ഒരു സൈക്കോളജിക്കൽ കൺസൾട്ടേഷൻസ് ആക്ച്വലി സൈക്കോളജിസ്റ്റിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. അവർ ചിലപ്പോൾ സിവിയർ ഡിപ്രഷനോ ആൻസൈറ്റി ഡിസോർഡേഴ്സൊക്കെ ആയിട്ട് വരുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് ഈ മോട്ടിവേഷൻ കേട്ടിട്ട് നമ്മളൊരിക്കലും അതിനൊന്നും പറയാൻ ആളല്ല. നമുക്കൊരു താങ്ങും തണലും എന്നുള്ള രീതിയിൽ ഒരു സപ്പോർട്ട് കൊടുക്കാം, ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ കറൻ്റ്ലി എനിക്ക് സൈക്കോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ PG സൈക്കോളജി ഞാനിപ്പോൾ ഇഗ്നോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാലും നോക്കാം നമുക്ക്. എന്തായാലും ഒരു കലാകാരനായിരിക്കുക എന്ന് പറയുന്നത് വളരെ ഉത്തരവാദിത്തമുള്ള ഒരാളായിരിക്കുക എന്നുകൂടിയാണ് എന്നാണ് ഈ അനന്തു എന്ന ചെറുപ്പക്കാരനുമായി സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയൊരു ഊർജ്ജം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ കഴിയട്ടെ. തുടർന്നുള്ള എല്ലാ പരിപാടികൾക്കും ആശംസകൾ. താങ്ക് യു. അതുപോലെ ആകാശവാണി എന്ന് പറയുന്നത് എൻ്റെ ഒരു ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് മെമ്മറി തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. എൻ്റെ അമ്മ പണ്ട് ഇവിടെ അപ്പോഴത്തേക്കിടെ ഓഫീസിൻ്റെ അടുത്തായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ അമ്മയൊക്കെ ഇവിടെ വരുന്നതും അമ്മയുടെ ചേട്ടൻ എൻ്റെ മാമനൊക്കെ നാടകത്തിലൊക്കെ സജീവമായിട്ട് നിന്ന ആളാണ്. അപ്പോൾ അമ്മയുടെ പേര് ബിന്ദു എന്നാണ്, മാമൻ്റെ പേര് രാജൻ ആശേരി എന്നാണ്. അപ്പോൾ അവരൊക്കെ ഇവിടെ വന്നിട്ട് നാടകങ്ങളും പാട്ടുകളും ഒക്കെ ആയിട്ട് ഇവിടെ കൂടിയ കഥകളൊക്കെ ഇന്നലെയും കൂടെ എന്നോട് പറഞ്ഞു, ഞാനിവിടെ വരുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ അത്രയും നൊസ്റ്റാൾജിക് ആയിട്ടുള്ള, ഞാൻ ഇതുവഴി പാസ് ചെയ്യുമ്പോഴും ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് കയറിയപ്പോഴും എന്തോ നമ്മൾ ആ ഒരു പഴയ 80s 90s പോയ ഒരു ഫീൽ കിട്ടി. ആശംസകൾ. മെന്റലിസ്റ്റ് അനന്തു അതിഥിയായി പങ്കെടുത്ത ഞാൻ എൻ്റെ പ്രിയഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഞാൻ എൻ്റെ പ്രിയഗാനങ്ങൾ നിർവഹണം മനീഷ് MP. നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്.